ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് CMA US ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയാണ് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഡെയിലി ഇങ്ങനെ പുഷ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള വീഡിയോ ആണ്. ഇത് ഞാനിപ്പോൾ ചെയ്യാൻ കാരണം ഒരുപാട് സ്റ്റുഡൻസ് അവർ പഠിക്കുന്നു, പക്ഷേ അവർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, മോട്ടിവേഷൻ ഇല്ല, കൺസിസ്റ്റൻസിയോടെ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരെവിടെയൊക്കെ മിസ്സിങ് ആണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള വീഡിയോ ചെയ്യാമെന്ന്. ഒന്നാമത്തെ കാര്യം, ഞാൻ വർക്ക് പ്ലസ് സ്റ്റഡിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റേതായ ബാലൻസിങ് വേണം, ഫിക്സഡ് ടൈം ടേബിൾ ഉണ്ടാവണം, എങ്കിലേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അതിനെപ്പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് എന്തിന് CMA US ചെയ്യുന്നു എന്നതിനൊരു ആൻസർ ഉണ്ടായിരുന്നു. ഓക്കെ, അത് പല സ്റ്റുഡൻസിനും ഇല്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലെ ടോപ്പ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ, അതായത് ഞാൻ ബിഗ് 4 ഡിലോയിറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ CMA US ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി 6+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, എന്നിട്ടാണ് ഞാനിത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന പോലും. അപ്പം എന്തിനായിരിക്കണം അത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സ്ട്രോങ് ആൻസർ ഉണ്ടായിരുന്നു. എനിക്ക് സൗദി പോലത്തെ ഒരു കൺട്രിയിൽ റീലൊക്കേറ്റ് ചെയ്യണം. ഇത്രയും കോമ്പറ്റീറ്റീവായിട്ടൊരു മാർക്കറ്റിലോട്ട് വരുമ്പം എക്സ്പീരിയൻസ് മാത്രം പോരാ, നല്ലൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനിൽ ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന തരം ജോബിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ കയറാൻ പറ്റില്ല എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കോഴ്സിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, എനിക്ക് എന്തുകൊണ്ട് CMA US ചെയ്യണം എന്നതിനുള്ള സ്ട്രോങ് മോട്ടീവ് ഉണ്ടായിരുന്നു. ആ മോട്ടീവാണ് എന്നെ കൂടുതലും ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യുക. അതായത് CMA ടൈറ്റിൽ ഇങ്ങനെ കിട്ടുന്നു, നമ്മൾ ഈ ലിങ്ക്ഡിനിലൊക്കെ ആൾക്കാരിങ്ങനെ പോസ്റ്റ് ചെയ്തില്ലേ, അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ടൈറ്റിലൊക്കെ പോസ്റ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ ഇപ്പം ഞാൻ സെൽഫ് സ്റ്റഡി ആണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ എനിക്കിത് ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യണം, യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടണം. ഇതൊക്കെ ആക്ച്വലി ഞാൻ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങളാണ്. അത് ഓരോ പ്രാവശ്യവും എൻ്റെ ഒരു മോട്ടിവേഷൻ കുറയുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് നേരം പഠിച്ചിട്ട് ഇങ്ങനെ ബേൺ ഔട്ട് ആവുന്ന സമയത്ത് ഞാനിതിങ്ങനെ ഓർക്കും, ഓക്കെ ഇത് സക്സസ്ഫുൾ ആയാൽ എനിക്കിതിങ്ങനെ ഷെയർ ചെയ്യാം, ഒരുപാട് സ്റ്റുഡൻസിന് അത് ഉപകാരപ്പെടുമല്ലോ. അതുപോലെ എനിക്ക് CMA എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഗെയിൻ ചെയ്യാം, അതെനിക്ക് ലിങ്ക്ഡിനിൽ ഇടാം, എനിക്ക് വേണേൽ എൻ്റെ സോഷ്യൽ മീഡിയ പേജിലൊക്കെ ഇടാം. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു ആസ് എ CMA എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെന്നെ വല്ലാണ്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് മുന്നോട്ട് പഠിക്കാനും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാതെ പഠിച്ച് പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടാസ്ക് ആണല്ലേ. അപ്പോൾ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പോസിബിൾ ആണ് എന്ന് എനിക്ക് എല്ലാവരോടും പറയണം, ഇത് തെളിയിക്കണം എന്നും ഉണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ പൈസ കൊടുത്ത് മാത്രമേ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മാർക്കറ്റിംഗ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് പോസിബിളാണ്. എല്ലാ സ്റ്റുഡൻസിനും ഒന്നും ഇപ്പോൾ ഇത്രയും കോസ്റ്റ് എടുത്ത് പഠിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പം ഇങ്ങനൊരു വഴിയുണ്ട് എന്ന് എല്ലാവരും അറിയണ്ടേ. ആദ്യമേ തുടക്കത്തിൽ എല്ലാവരും മിസ്ലീഡ് ചെയ്ത് പോവുക ചെയ്യുന്നത്, പക്ഷെ ഇങ്ങനെയും നമുക്ക് ചെയ്യാം എന്ന് എല്ലാവരും അറിയണമല്ലോ. അപ്പം ഞാനിത് കറക്റ്റായിട്ട് ചെയ്താലേ എനിക്ക് കറക്റ്റായിട്ട് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാനും അതൊരു ഹോപ്പ് ആവാനും പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രോസസ്സ് സക്സസ്ഫുൾ ആക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശി പോലെ ആയിരുന്നു. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്താലേ എനിക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പോസിബിളാണ്, ഇങ്ങനെ സെൽഫ് സ്റ്റഡിയിലൂടെ CMA US കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അത് പോസിബിളാണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനൊരു എന്താ പറയുക ടാർഗറ്റും അങ്ങനെയൊക്കെ എൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതും എന്നെ നല്ലോണം ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ ഈ ഉള്ള ടൈമെല്ലാം യൂട്ടിലൈസ് ചെയ്യാനും. ഓക്കെ, പിന്നെ നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ്, ഫോക്കസ്, സബ്ജക്റ്റ് ഏരിയ ഇതെല്ലാം ഞാൻ ഈ കോഴ്സിലോട്ട് വിട്ടു എന്നുള്ളതാണ്. കാര്യം സോഷ്യൽ മീഡിയ ഞാൻ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്തു. അതായത് ഒരു 1 hour കൂടുതലൊന്നും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതെ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് മാനേജ് ചെയ്തിട്ട് എൻ്റെ കംപ്ലീറ്റ് ഇൻട്രസ്റ്റ് ഞാൻ ഈ കോഴ്സിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓൾറെഡി 6+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ വർക്കുമായിട്ടൊക്കെ ഇത് കമ്പയർ ചെയ്ത്, ഓക്കെ വർക്ക് സിറ്റുവേഷനിൽ എങ്ങനെയാണ്, അപ്പം എന്തായിരിക്കും അത് ഇതിനൊരു സൊല്യൂഷൻ എന്തായിരിക്കാം, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളതെങ്ങനെ ശരിക്കും അപ്ലൈ ചെയ്യും, അങ്ങനെയൊക്കെ ഞാൻ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയി. അതുപോലെ ഈ ബിസിനസ് കേസ് സ്റ്റഡീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഇന്ന കമ്പനിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കമ്പനി ഫെയിലർ ആവില്ലായിരുന്നു, അങ്ങനെയൊക്കെ
എന്താ പറയുക, കണക്ട് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ ചെയ്തിട്ടും പല പല മെറ്റീരിയൽസ് റെഫർ ചെയ്തിട്ടും ഞാനിങ്ങനെ എന്നെ തന്നെ ഒരു റിസർച്ച് ചെയ്യുന്ന പോലെ തന്നെ ഞാനിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് ഞാൻ കൊണ്ടുവരാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരിച്ചെൻ്റെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ ചിലപ്പം ഇൻ്റർവെൽസിലൊക്കെ കൊളീഗ്സിനോട് വർത്താനം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഞാൻ ഈ CMA ഈ സബ്ജക്റ്റ് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ വർക്കിൽ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതിനൊരു ഫിക്സ്ഡ് ഏരിയ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാം. ആക്ച്വലി ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ വർക്കിലും അതെനിക്ക് റിഫ്ലക്റ്റ് ചെയ്യാനും എനിക്ക് അതിൽ പഠിച്ച കാര്യങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റിയെന്നുള്ളതാണ്. സോ അങ്ങനെയൊക്കെ എനിക്ക് ഈ കോഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയി വന്നപ്പോൾ ഒരു സമയത്ത് ഞാൻ ഒരു ഇടവേള കിട്ടിയ ഉടനെ ഞാൻ പോയി ബുക്ക് വായിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഉടനെ ഇതിന് റിലേറ്റഡ് വീഡിയോ കാണുന്ന രീതിയിലോട്ട് എൻ്റെ ഒരു ഡെയിലി ഷെഡ്യൂൾ ഞാൻ മാറ്റിയെടുക്കുമായിരുന്നു. അത് വളരെ സാവകാശം നടന്ന പ്രോസസ്സാണ്, അല്ലാതെ ഇമ്മീഡിയറ്റ്ലി ഒരു ദിവസം ഞാൻ അങ്ങനെ ആയിട്ടില്ല. ആക്ച്വലി ഒരു ഫസ്റ്റ് 20 ഡേയ്സ് സ്ട്രഗിൾ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു പാത്തിലോട്ട് വരികയും ഞാൻ എൻ്റെ പ്ലാൻ പോലെ തന്നെ ടാർഗറ്റ്, ഓരോ ദിവസം ഓരോ ടാർഗറ്റൊക്കെ വെച്ച്, ആദ്യം ടാർഗറ്റ് വെച്ചാണ് കേട്ടോ മുന്നോട്ട് പോയത്. ടാർഗറ്റ്, അത് ഇത്ര ദിവസം ഇത്ര വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര മെറ്റീരിയൽസ് വായിക്കുക, ഇത്ര നോട്ട്സ് എഴുതുക. അപ്പോൾ അങ്ങനെ ആദ്യം ടാർഗറ്റ് വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ഒരു റിലേറ്റ് ചെയ്തും കണക്ട് ചെയ്തും പഠിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ശരിക്കും ഒരു ആഗ്രഹം പോലെയായി, ഓക്കെ പഠിക്കണം, ഇത് എന്തായിരുന്നു ഇതിൻ്റെ ആൻസർ എന്ന് അറിയണം എന്നൊക്കെ ഉള്ള രീതിയിലോട്ട് എൻ്റെ മൈൻഡ് മാറാൻ തുടങ്ങിയെന്നുള്ളതാണ്. സ്പെഷ്യലി നമ്മുടെ മൈൻഡ് സെറ്റാണ്, നമ്മൾ എന്തിലോട്ട് അതിനെ വിടുമോ അത് അങ്ങോട്ട് തന്നെ പോകുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഇതിൽ കൂടുതൽ മോട്ടിവേറ്റ് ആവാൻ തുടങ്ങി, അങ്ങനെ എനിക്ക് കൂടുതൽ ഫോക്കസും കിട്ടി തുടങ്ങി. പിന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സെൽഫ് സ്റ്റഡി പ്ലാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഞാനിത് ചെയ്തതെന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്ന പോലെ ഞാനിങ്ങനെ വീക്കെൻഡ്സിലാണ് 3 hour എക്സാം പ്രാക്ടീസ് ചെയ്തിട്ട് വീക്ക് ഡേയ്സിലാണ് ഞാൻ ഈ MCQ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ വീക്കെൻഡ് നമ്മൾ MCQ എക്സാം ഞാൻ ചെയ്യുമായിരുന്നു 2 ദിവസം, ശനിയും ഞായറും ഞാൻ MCQ എക്സാമാണ് ചെയ്തുകൊണ്ടിരുന്നത് 3 hour വെച്ചിട്ട്. അപ്പം നെക്സ്റ്റ് ഞാൻ ഈ MCQ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യൂരിയസ് ആയിരുന്നു, എന്തുകൊണ്ടായിരിക്കും അത് തെറ്റിയത്, അത്രയും പഠിച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും തെറ്റിയത് എന്നുള്ളത്. അപ്പം ഈ ശനി ഞായറും MCQ എക്സാം ചെയ്ത് കഴിയുമ്പം നെക്സ്റ്റ് വീക്ക് ഡേയ്സിലും ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു, എനിക്ക് അറിയണം എന്തുകൊണ്ടാണ് എനിക്ക് ഈ MCQs തെറ്റായി പോയത്. അപ്പോൾ ആ ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു. തെറ്റി അതെന്തുകൊണ്ടെന്ന് നമ്മൾ അറിയണ്ടേ എന്നുള്ളതിൽ. ഇനി തെറ്റിയത് എന്തുകൊണ്ടെന്ന് വായിക്കുക, പഠിക്കുക, നോട്ട് എഴുതുക, അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് പഠിക്കുക, വീണ്ടും എക്സാം അറ്റൻഡ്, വീണ്ടും ശനിയും ഞായറും വരുമല്ലോ, അപ്പോൾ വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്യണം. ആ ഒരു പ്ലാനാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം പഠിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ക്യൂരിയസ് ആയിരുന്നു, ഇത് മൊത്തം പഠിച്ചിട്ട് ഇനി ഏത് ആംഗിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമായിരിക്കും, വീണ്ടും എനിക്ക് എവിടെയൊക്കെ ആയിരിക്കും തെറ്റുന്നത്. അപ്പോൾ വീണ്ടും ശനി ഞായർ ആവാൻ ഞാൻ വെയിറ്റ് ചെയ്യും. കാര്യം എനിക്ക് MCQ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് വീണ്ടും ഞാൻ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആഴ്ചയിലും എനിക്കുണ്ടാകുന്ന പ്രോഗ്രസ്, അതപ്പോൾ 1 or 2 മാർക്ക് കൂടിയാലും ആ സമയത്ത് എനിക്ക് ഓക്കെ ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ഞാൻ പോകുന്ന റൈറ്റ് പാത്തിലാണ്. അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെ തന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ MCQ എക്സാം അറ്റൻഡ് ചെയ്യുന്നു, ബാക്കിയുള്ള ഡേയ്സ് ഫസ്റ്റ് 2 days ഈ MCQs റിവ്യൂ ചെയ്യുന്നു, പിന്നെയുള്ള 3 days വീണ്ടും എഴുതിയ നോട്ട്സൊക്കെ വായിക്കുന്നു. വീണ്ടും ഞാൻ വെയിറ്റിംഗ് ആണ്, സാറ്റർഡേ സൺഡേ എക്സാം അറ്റൻഡ് ചെയ്യണം, എന്നിട്ട് എനിക്ക് എത്ര മാർക്ക് ഇമ്പ്രൂവ് ആയി കാണും എന്നൊക്കെ എനിക്ക്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഞാനിങ്ങനെ വീക്കെൻഡ്സിന് വേണ്ടി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. സോ എന്നെ തന്നെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഒരു കാര്യം. സോ അത് സക്സസ്ഫുള്ളി എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊന്നും നമുക്ക് മനസ്സിലായെന്ന് വരില്ല, അപ്പോൾ ഡൗട്ട്ഫുൾ ആയിരിക്കും. പക്ഷെ ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്യും, ഒരു തരത്തിലും കിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ വിടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, വീണ്ടും ഇത് ഞാൻ വായിക്കുമ്പോൾ എനിക്കിത് കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കിത് കിട്ടും, ഇന്നിപ്പോൾ കിട്ടിയില്ല എന്നിരിക്കട്ടെ കുഴപ്പമില്ല, പക്ഷേ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ വിട്ടിട്ട് നടക്കും, വീണ്ടും ഞാൻ വായിക്കുമ്പോൾ എനിക്കിത് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലായില്ല, അപ്പം ഞാൻ അവിടെ ഡെസ്പാവാതെ ഞാൻ വീണ്ടും ക്യൂരിയസ് ആയിരുന്നു, ഓക്കെ ഇതിൻ്റെ ആൻസർ എനിക്ക് എപ്പോഴാണ് മനസ്സിലാവാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു 3-4 വട്ടം അതുപോലെ ഇതേ സൈക്കിളിൽ പോയി കഴിയുമ്പം 4ാമത്തെ വട്ടം ഞാൻ ഇതേ ക്വസ്റ്റ്യനിൽ വന്ന് നിൽക്കുമ്പം ഓക്കെ ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഇത് കറക്റ്റായത്, ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ആൻസർ തെറ്റായതെന്ന് മനസ്സിലാവുമ്പം അതെനിക്കൊരു ഒരു പുഷായിരുന്നു. അതെനിക്കൊരു ഒരു ക്യൂരിയസും അതെന്നെ ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടറൊക്കെ ആയിരുന്നു. എനിക്കിങ്ങനെ ഓക്കെ കണ്ടുപിടിക്കണം, നമ്മളൊരു വേറൊരു ലെവലിലോട്ട് നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു രീതിയിലോട്ടൊക്കെ ഒരു മൈൻഡ് സെറ്റ് മാറി എന്നുള്ളതാണ്. സോ അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഓരോ പ്രാവശ്യം ഞാനിങ്ങനെ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച സ്കോറിലോട്ട് MCQ റീച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എന്നെ തന്നെ ഒന്ന് ട്രീറ്റ് കൊടുക്കാൻ തുടങ്ങി. അതായത്
കുറച്ച് ചോക്ലേറ്റ് കഴിക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ എന്നെ തന്നെ ട്രീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു. സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മുടെ അഡിക്ഷൻ. അപ്പം ഞാൻ 1 അവറാണ് മാക്സിമം ഒരു ദിവസം സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ എക്സാമിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്താൽ സോഷ്യൽ മീഡിയയിൽ എനിക്കൊരു 15 മിനിറ്റും കൂടെ എക്സ്ട്രാ ടൈമിങ് ഇടാം. അങ്ങനെയൊക്കെ ഞാൻ എന്നെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്നെ ഇമോഷണലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ. ഷോർട്ട് നമുക്ക് ഒരു ഈ എക്സാമിനോട് ഒരു ക്യൂരിയോസിറ്റിയും അത് നമ്മുടെ പഠിക്കുന്ന ചാപ്റ്റേഴ്സിനോടൊരു ഇൻട്രസ്റ്റും ഇതിനെ ഒരു ഡിറ്റക്റ്റീവ് നോവൽ പോലെയൊക്കെ കണ്ട് അതിനെ വേറൊരു ആംഗിളിൽ ചിന്തിച്ച് ഇങ്ങനെ കണ്ടുപിടിക്കുക, ആൻസർ ചെയ്യുക, ആ ഒരു ലൂപ്പിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്കത് മോട്ടിവേറ്റിംഗ് ആവും. നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റ് ആവില്ല, വേറെ ആരും പറയുന്ന കേൾക്കാനോ. ഞാൻ ആക്ച്വലി ഈ പഠിക്കുന്ന സമയത്ത് വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും പോയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വേറെ കൂട്ടുകാരോടെ കറങ്ങാനോ വീക്കെൻഡ്സ് വേറെ ബാംഗ്ലൂരിലുള്ളൊരു സിറ്റി നിന്നിട്ട് ഞാനൊരു വേറെ ഒരു പരിപാടിക്കും വീക്കെൻഡ്സ് പോയിട്ടില്ല എന്നുള്ളതാണ്. ഫുൾ ടൈം ഈ റൂമിൽ ഇരുന്ന് പഠിക്കുക. ഞാനൊരു സിനിമയ്ക്ക് പോലും അങ്ങനെ പോവാതെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ കാരണം എനിക്ക് ഈ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു ഇൻട്രസ്റ്റും ഞാൻ അതിനെ കണ്ട ആംഗിളിലെ വ്യത്യാസവും ഡെയിലി എനിക്കൊരു എന്താ പറയുക ഒരു മാനിഫെസ്റ്റേഷൻ പോലെ ഞാൻ എന്നെ ഒക്കെ ഫ്യൂച്ചറിൽ ഇങ്ങനെ കാണുന്നു എന്നൊക്കെ ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി ഡ്രീം ചെയ്ത് പോയത് കൊണ്ടൊക്കെയാണ് എനിക്ക് ഈ സെൽഫ് സ്റ്റഡി ഇങ്ങനെ പുഷ് ചെയ്ത് ആ ഒരു മെൻറ്ററോ ഒരു കോച്ചോ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ ഈ ഫാക്ടേഴ്സൊക്കെയാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇത് ചെയ്തിട്ട് എന്താവണം, ഇങ്ങനെയുള്ള ഐഡിയ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു മോട്ടീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് മോട്ടിവേറ്റഡ് ആയിട്ട് ഡെയിലി പഠിക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക. ഒരു കാരണമില്ലാതെ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് റാൻഡംലി എടുത്തൊരു കോഴ്സ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ ഒരു കറക്റ്റ് പാത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. സോ ഫോക്കസ് എന്ന് പറയുന്നത്, മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മളായിട്ട് കൊണ്ടുവരുന്ന കാര്യമാണ്. ആരും നമുക്ക് ഇൻജക്റ്റ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ഒരു പാഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി നമുക്കതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മളത് പഠിക്കാനുള്ള പല പല വഴികൾ നോക്കും, ഷോർട്ട് കട്ട്സ് നോക്കും, റിസർച്ച് ചെയ്യും. സോ ആ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു ഏരിയയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ഒരു ഫസ്റ്റ് 20 days ഒബ്വിയസ്ലി എല്ലാവരെ പോലും എനിക്കും ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ വൺസ് ഞാൻ അത് ട്രാക്കിലോട്ട് വരുന്നപ്പോൾ MCQ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ ശരിക്കും ഫുൾ ഓൺ അതിലായിരുന്നു ഞാൻ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക ഇങ്ങനെയൊക്കെ. നിങ്ങൾക്കത് വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ, ഓൾ ദ ബെസ്റ്റ്.